ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ സന്ധിയിൽ നമുക്ക് ആയിരിക്കാം. ഒന്നുണ്ട് വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അതൊന്ന് വായിച്ചിട്ട് അടിവരയിട്ട് വെക്കുക. നമ്മൾ ലാസ്റ്റിൽ ആ വാക്യങ്ങൾ പറഞ്ഞ് കുറേ നേരം പ്രാർത്ഥിക്കാം ദൈവം നിയോഗം പോലെ. യെശയ്യാവിൻ്റെ പ്രവചനം 54-ാമത്തെ അധ്യായത്തിൻ്റെ യെശയ്യാവിൻ്റെ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം. യെശയ്യാവ് 54:13. കർത്താവ് സഹായിക്കട്ടെ. നിൻ്റെ മക്കൾ എല്ലാവരും ചേർന്ന് പറയാമോ? നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലുതും ആയിരിക്കും. യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ അറിയാവുന്നവരായിരിക്കും ഭൂരിപക്ഷവും. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ നിത്യശ്രദ്ധയിൽപ്പെടാത്ത വാക്യങ്ങളാണെങ്കിൽ ഒന്ന് അടിവരയിട്ടേക്കുക. 65-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. യെശയ്യാവ് 65:23. അവർ അവർ വൃഥ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോട് കൂടെയിരിക്കും. യെശയ്യാവ് 59:21. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ നിന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നോ നിന്റെ സന്ധ്യയുടെ വായിൽ നിന്നോ സന്ധ്യയുടെ വായിൽ നിന്നോ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് വന്നിരിക്കുന്ന പ്രോമിസ് വേഴ്സാണ്. പല വചനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിന്ന് രാത്രി ചിന്തിക്കാം. അവസാനം നമ്മൾ ഈ വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ പല ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് ധ്യാനിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം ഞാൻ ഈ ദിവസങ്ങളിൽ പലയിടത്ത് ധ്യാനിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്ത ഒരു വചനമാണ്. ഒരു വേള ലൈവിലൂടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടാലും കേട്ടില്ലെങ്കിലും കർത്താവ് തന്ന മെസ്സേജുകളൊന്നും ഒരു രാത്രി പറഞ്ഞിട്ട് കളയാനുള്ളതല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഇത് ചിന്തിക്കുന്നതെന്ന് അതിൻ്റെ കാലിക പ്രസക്തിയുണ്ട്. 15-ാം അധ്യായത്തിൽ കർത്താവ് നഷ്ടപ്പെട്ടവരുടെ ഉപമയെക്കുറിച്ചാണ് പറയുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ ഉപമ അതാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉപമ ആണല്ലോ. നഷ്ടപ്പെട്ടതിൻ്റെ ഉപമ, പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ്. ഒന്ന് ഒരു ലോസ്റ്റ് ഷീപ്പാണ്. രണ്ടെന്താ ലോസ്റ്റ് കോയിൻ. 3 ലോസ്റ്റ് സൺ, ഒരു ദ്രഹ്മ ആട്, പിന്നെ ഒരു മകന്. പക്ഷേ ഇവിടെ ഒരു റേഷ്യോ പറഞ്ഞത് ഇച്ചിരി പേടിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ റേഷ്യോ പറയുന്നത് ഒരാൾക്ക് എത്ര ആട്? 100 ആട്. ഒരാൾക്ക് 100 ആട്. പേരൻസ് ആയിട്ടുള്ളവരെല്ലാം ഒന്ന് കൈവെക്കുക. പേരൻസ് ആയിട്ടുള്ളവരെല്ലാം ഒന്ന് കൈവെക്കുക. ഓക്കെ, ഭൂരിപക്ഷം അതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഒരാൾക്ക് 100 ആട്. 100 ആടെന്ന് പറയുമ്പം അതിൻ്റെ റേഷ്യോ എത്രയാണ്? 100-ൽ 1 പോയെന്ന് പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ എത്ര ആയിരിക്കും? 100-ൽ 1 തന്നെ അല്ലേ? 100-ൽ 1 പോയി. ഒരാൾക്ക് 10 ദ്രഹ്മ, അതിൽ 1 പോയി. അപ്പം റേഷ്യോ എത്രയായി? 10-ൽ 1ആയി. 100-ൽ 1ആയിരുന്നു. അടുത്ത കണക്ക് വന്നപ്പോൾ എത്രയായി? 10-ൽ 1. പിന്നെ കണക്ക് വന്നപ്പോൾ 2-ൽ 1. അപ്പോൾ എത്രയായി? 50%. 2-ൽ 1. ആ റേഷ്യോ എന്നെ വല്ലാതെ പേടിപ്പിക്കുകയാണ്. കഥ തുടങ്ങിയപ്പം, കർത്താവ് പറഞ്ഞു തുടങ്ങിയപ്പം റേഷ്യോ എത്ര ആയിരുന്നു? 100-ൽ 1. രണ്ടാമത്തെ കഥ വന്നപ്പോഴത്തേന് റേഷ്യോ എത്രയായി? 10-ൽ 1ആയി. ഇന്നത്തെ കഥ വന്നപ്പോഴത്തേന് ലാസ്റ്റ് വന്നപ്പോൾ എത്രയായി? 50%. അപ്പം ഈ റേഷ്യോ ചിന്തിച്ച ഇച്ചിരി കൂടെ അലേർട്ടാണ് ഞാനും നിങ്ങളും അല്ല. ഞാനും അലേർട്ടാകേണ്ടതാണ്. കാരണം ഞാനൊരു
ഫാദറാണ്. അപ്പോൾ 50% അഥവാ 50% ലോസ് ആകാൻ സാധ്യത. അതായിരിക്കണം ലാസ്റ്റിലെ കഥ. ഒരാൾക്ക് എത്ര മക്കൾ? 2 മക്കൾ. അത് മിക്കവാറും ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടിയാണ്. 100 ആട് നമുക്കില്ല. ഉണ്ടോ? ഇല്ല. ആടെന്താന്ന് പിള്ളേരെ പശു ഇവിടെയൊക്കെ പിന്നെ വഴിയിലൊക്കെ പോകുമ്പോൾ ആടുണ്ട്. നാട്ടിൽ പോലും ഇപ്പം പശുവിനെയൊക്കെ കൊണ്ട് കാണിക്കണം. പശു എന്താണെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. മിക്ക വീട്ടിലും എന്തില്ല? പശുവില്ല. പശു ആ ഒരു സങ്കല്പമൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പം പശുവിനെ കാണിക്കണം. പിന്നെ രണ്ടാമത്തെ ഉടമ 10 ദ്രഹ്മ. അതെല്ലാം ഈ മക്കളുമായിട്ടല്ല, ദ്രഹ്മയുടെ കാര്യവും ആടിൻ്റെ കാര്യമൊന്നും അല്ല ഇവിടെ പറയുക. 10-1. മൂന്നാമത്തെ കണക്കിൽ എത്ര പേരായി? 2. അത് മിക്കവാറും നമുക്ക് പറ്റുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ എത്ര മക്കളുണ്ട്? ഭൂരിപക്ഷം പേർക്ക് എത്ര മക്കളുണ്ട്? 2. അപ്പോൾ അന്ന് ഏതായാലും 2 മക്കളുള്ളൊരു കുറവായിരിക്കും. യാക്കോബിനൊക്കെ എത്ര മക്കളായിരുന്നു? 12 മക്കൾ. അത് നമ്മുടെ നാട്ടിലും അന്നൊക്കെ ആയിരുന്നു. 12 മക്കളെ പെറ്റൊരമ്മേ. അപ്പം ഇവിടെ അവിടെ എല്ലാം 10-12 മക്കളൊക്കെയുള്ള സമൂഹമായിരുന്നു. അപ്പോൾ 12 പേർ ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പം എത്രയായി? 2ആയി. അതിന് കാരണമുണ്ട്. ഇന്ത്യൻ കൺസെപ്റ്റ് പറഞ്ഞാൽ ഈ സഞ്ജയ് ഗാന്ധിയുടെ ഒക്കെ ഒരു സമയത്താണ് അത് കൊണ്ടുവന്നത്. ജനപ്പെരുപ്പം ഒരു പ്രശ്നമായിട്ട് വന്നപ്പം പോപ്പുലേഷൻ പ്രോബ്ലം ഒന്നാണ് ഭൂമിയുടെ പ്രശ്നമെന്ന് കണ്ടെത്തി. സത്യത്തിൽ പോപ്പുലേഷൻ പ്രോബ്ലം അല്ല സോഷ്യോളജിസ്റ്റൊക്കെ പറയുന്നത്. എന്തുമാത്രം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടായാലും അവർക്കുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്. പക്ഷേ നമ്മൾ വി ആർ നോട്ട് റെഡി ടു ഷെയർ. അതാണ് പ്രധാന പ്രശ്നം. എല്ലാ മനുഷ്യർക്കും ഉള്ളതെല്ലാം ഇവിടെ ഉണ്ട്, ഭൂമിയിൽ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഈ മക്കളുടെ എണ്ണമൊക്കെ കുറയ്ക്കാൻ കാര്യം നമുക്ക് ഒരു കൊച്ചാണെങ്കിൽ 2 കൊച്ചുങ്ങളാണ് ഒത്തിരി എന്ത് ചെയ്യണം? കൊടുക്കാനായിട്ട് ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ നല്ല ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പലരും എന്തെണ്ണം കുറച്ചത്? മക്കളുടെ എണ്ണം കുറച്ചത്. എനിക്ക് മക്കൾ വന്നപ്പോൾ ഞാൻ ഓർത്ത് കർത്താവേ, 1 എൻ്റെ കയ്യിലൊന്നുമില്ല, 2 നമ്മുടെ ഇല്ല. എന്നാൽ പിന്നെ കുറേ എണ്ണം ആയാലും കർത്താവ് നോക്കട്ടെ. അല്ല ഇപ്പം എന്താ ചെയ്യുക? കാരണം 1 എൻ്റെ കയ്യിലില്ല, 2 നമ്മുടെ ഇല്ല, 10 1 ആര് തരണം? കർത്താവ് തരണം. എന്നാൽ പിന്നെ എല്ലാത്തിനും ആരിൽ ആശ്രയിക്കുക? കർത്താവിൽ ആശ്രയിക്കുക. ഒന്ന് സ്വത്രം ചെയ്ത് എല്ലാത്തിനും ആരിൽ ആശ്രയിക്കണം? കർത്താവിൽ ആശ്രയിക്കണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മലപ്പുറത്ത് സുവിശേഷം പറയാൻ പോയി. അത് ഇവാഞ്ചലിക്ക് ഒരു അച്ഛനാണ്, ഇപ്പം മിഷണറി ആയിട്ട്. പുള്ളി ഒരിക്കലും പറഞ്ഞൊരു കാര്യമാണ്. സുവിശേഷം പറഞ്ഞ് അവിടെ ചെന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കാമെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വിശ്വാസത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസത്തിൽ വിശ്വസിച്ച് പുള്ളിക്ക് അത്ഭുതം കിട്ടി, വിശ്വസിച്ച് പുള്ളി നേടിയെടുത്ത ഒത്തിരി കാര്യങ്ങൾ, യേശുവിലുള്ള വിശ്വാസം കൊണ്ട് താൻ നേടിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പുള്ളി ഇങ്ങനെ ആ സാക്ഷി എല്ലാം കണ്ണു തള്ളി. പാവം അണ്ണൻ കേട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ അണ്ണനോട് ചോദിച്ചു, അണ്ണൻ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. അപ്പം അണ്ണൻ പറഞ്ഞു 10 മക്കളുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, അള്ളൂ 10 മക്കളോ? ഈ 10 മക്കൾക്ക് നിങ്ങളങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തെന്ന് പറഞ്ഞു, നിങ്ങളങ്ങനെ അവർക്ക് നല്ല ഫുഡ് കൊടുക്കും, നിങ്ങളങ്ങനെ അവർക്ക് നല്ല ഡ്രസ്സ് കൊടുക്കും. അപ്പോൾ ഈ അണ്ണൻ പറഞ്ഞു, ഇത്ര നേരം നീ പറഞ്ഞല്ല ഞാൻ ഇനി വിശ്വസിക്കത്തേയില്ല. നീ അത് പറഞ്ഞത് എനിക്കിനി വിശ്വസിക്കണ്ട. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഈ 10 മക്കളെ എന്ത് ചെയ്തോളൂ? നോക്കിക്കോളും. പുള്ളി പറഞ്ഞു എനിക്ക് വായടഞ്ഞു പോയെന്ന് പറഞ്ഞു. ഏതായാലും റേഷ്യോ ഇങ്ങനെ കുറയുകയാണ്. 100-1, 10-1, പിന്നെ 2-1, അഥവാ 50%. ഇത് വളരെ അലേർട്ടാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം, ഒരാൾക്ക് എത്ര ആടുണ്ടെന്നിരിക്കട്ടെ? 100 ആട്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എത്ര ആട്? 100 ആട്. 100 ആട് ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അതിലൊന്നിനെ കാണാതെ പോയ 99 വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കും. കണ്ടു കിട്ടിയാൽ സന്തോഷിക്കും. അപ്പോൾ അവിടെ ഒരാൾ ഇടയനാണ്. ഇടയൻ എത്ര ആടുണ്ട്? 100 ആടുണ്ട്. ഈ 100-ൽ 1 പോയപ്പോൾ ഇടയൻ ചെയ്തൊരു കാര്യമുണ്ട്. ഇതിനെ തപ്പിപ്പോയിട്ട് കണ്ടു കിട്ടും വരെ 99 വിട്ടേച്ചാൽ പോയെ. എനിക്ക് ആ ഇടയനോട് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഈ ഒന്നിനെ പുറകെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എന്തോ കാണത്തില്ല, 99 കാണത്തില്ല. നമ്മുടെ ഇടയനാണ് എന്ത് പറഞ്ഞേനെ? ഞാനൊരു ഇടയനാണ്, ഞാനാണെ പറഞ്ഞേനെ 1 പോയാൽ പോട്ടെ. 1 പോയാലെന്താ? എത്ര ഉണ്ടല്ലോ, പോയാൽ പോട്ടെ, പോടാ. 1 പോയാൽ എത്ര ഉണ്ട്? 99. അപ്പോൾ നമ്മുടെ കണക്കേ അല്ല കർത്താവിൻ്റെ കണക്ക്. കർത്താവിൻ്റെ കണക്കിൽ ഒരിക്കലും 99-ൻ്റെ സന്തോഷമല്ല, എപ്പോഴും 1-ൻ്റെ ദുഃഖമാണ്. 1-ൻ്റെ ദുഃഖം. 1-ൻ്റെ ദുഃഖം ഉള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മളെ തേടി സ്വർഗം വിട്ട് ഭൂമി വരെ വന്നത്. ഒരാത്മാവിൻ്റെ വില സർവ
ലോകത്തെക്കാട്ടും വിലയായതുകൊണ്ട് കർത്താവ് സ്വർഗം വിട്ട് നമുക്ക് വേണ്ടി ഭൂമി വരെ വന്നു. എന്തിനാ? ഒന്നിനെ തേടി വന്ന കർത്താവ്. ഇടയനും അതായിരിക്കണം. അപ്പോൾ ഇടയൻ്റെ പ്രത്യേകത, കണക്കുകൾ അവനെ ഒരിക്കലും സന്തോഷിപ്പിക്കാത്തൊരു ഇടയൻ. കണക്കുകൾ എത്ര, എൻ്റെ കൂടെ എത്ര പേരുണ്ടല്ലോ എന്നുള്ളതല്ല സന്തോഷം, എൻ്റെ കൂടെ ഉണ്ടാകേണ്ട ഒന്നും ഇല്ലല്ലോ എന്നുള്ള ദുഃഖം. ഈ ദുഃഖമുള്ളവനാണ് ഇടയൻ എന്ന് പറയുക. ഇടയൻ എന്നൊക്കെ പറയുന്നത് ഒരു ഹൃദയമാണ് പ്രിയരെ. ഞാനിത് മൂന്നും ഒരു ഹൃദയത്തിൽ കൊണ്ടുവരികയാണ്. ഹൃദയം എന്ന് പറയുന്നത് ഒരു ഇടയനാണ്. ഇടയൻ എന്ന് പറയുന്ന ഒരു ഹൃദയമാണ്. ഹൃദയമുള്ളവർക്കേ ഇടയനാകാനൊക്കത്തുള്ളൂ. ഇടയനാകാനുള്ള ഒരൊറ്റ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ: ഒന്നിനെ ഓർത്ത് തേങ്ങുന്ന ഒരു ഹൃദയമുണ്ടോ, ആര് ഓർഡിനേഷൻ തന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവരൊരു ഇടയനാണ്. ഒന്നിനെ ഓർത്ത് കരയാൻ കഴിഞ്ഞാൽ അവരെ ദൈവം വിളിക്കും, നീയാണെന്ത്? ഇടയനാണ്. ഒന്നിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരിടയൻ. കണക്കുകളുടെ ഒരു ലോകത്ത് എത്ര പേരുണ്ട് സഭയിൽ? 10 പേര്, 20 പേര്, 30 കുടുംബം, 40 കുടുംബം, 50 കുടുംബം, 1000 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. ആഫ്രിക്കയുമായിട്ടൊന്നും കണക്ക് കൂട്ടിയാൽ നമ്മളൊന്നും ഇല്ലെങ്കിലും മൂക്കില്ല രാജ്യത്ത് മുറുമുക്കൻ രാജാവ് എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ കണക്കുകളിൽ നമ്മൾ സംതൃപ്തിപ്പെടുമ്പോൾ തമ്പുരാൻ്റെ കണക്കിൽ ഇതൊന്നും ഇല്ല. തമ്പുരാൻ്റെ കണക്കിൽ എപ്പോഴും കാണാതെ പോയ ഒന്നിനെ ഓർത്ത് വേദനിക്കുന്ന ഒരു ഹൃദയമാണ്. ഇന്ന് രാത്രിയിൽ ദൈവരാജ്യത്തിന് ഈ 50ൻ്റെ റേഷ്യോ പേടിപ്പിക്കുമ്പോൾ ഈ 50 പോകാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ: 2-3 കൂട്ടർ എഴുന്നേക്കണം. ഒന്ന് തേങ്ങുന്ന ഒരിടയൻ എഴുന്നേക്കണം. ഒന്നിനെ ഓർത്ത് വേദനപ്പെടുന്ന ഒരിടയൻ, ഒന്നിനെ ഓർത്ത് വേദനപ്പെടുന്ന ഒരിടയൻ. കരമുയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ആ ഇടയ ഹൃദയം, ഒന്നിനെ ഓർത്ത് തേങ്ങുന്ന ഇടയൻ. കണ്ടു കിട്ടും വരെ തപ്പി, കിട്ടിക്കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് വന്നു. ഭയങ്കര സന്തോഷം, കാരണം ഒന്നിനെ കിട്ടി. ഇന്ന് കാണുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. ഒരു വഴി കൂടെ ആൾക്കാർ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുമ്പോൾ, ഒരു വഴി കൂടെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഉള്ളത് പലരും പല വഴി കൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളീ മുൻപാതിൽ കൂടെ വരുന്നവരുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇത്ര പേര് വന്നു, ഇത്ര പേര് ശാനപ്പെട്ടു. പക്ഷേ ബാക്ക് ഡോറിൽ കൂടെ പോയതിൻ്റെ കണക്ക് എന്ത് ചെയ്യും? കണക്ക് നോക്കിയാൽ വന്നതാണോ കൂടുതൽ? വന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും എന്ത് ചെയ്തത്? പോയിട്ട് എന്തുകൊണ്ടാണ് പോയത്? ഒന്നിനെ ഓർത്ത് തേങ്ങുന്നവർ വേണം. അടിവരയിട്ടേ, ഒന്നിനെ ഓർത്ത് തേങ്ങുന്ന ഒരു ഇടയൻ. രണ്ടാമത്തേത്, ഒരു സ്ത്രീക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. ഈ വേദപുസ്തകത്തിലെ ആ സമയത്തെ ഒരു കഥകളെല്ലാം അല്ലെങ്കിൽ സംഭവങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മെയിൽ ഷോവനിസ്റ്റിക് സമൂഹമാണ് യഹൂദ സമൂഹം. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു രൂക്ഷഭാവമാണ് യഹൂദൻ മെയിൽ ഷോവനിസത്തിൻ്റെ, പുരുഷമേധാവിത്വത്തിൻ്റെ. കാരണം യഹൂദൻ പ്രാർത്ഥിക്കുന്ന പോലും ഇങ്ങനെയാണ്: എന്നെ നീ ഒരു സ്ത്രീയായിട്ട് ജനിപ്പിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അത്രമാത്രം ഒരു മെയിൽ ഷോവനിസ്റ്റിക് കമ്മ്യൂണിറ്റി ആയിരുന്നു യഹൂദ കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് കർത്താവായ യേശു ആരോട് സംസാരിച്ചത്? ശമരിയക്കാരത്തിയോടൊക്കെ സംസാരിക്കും. യേശു അതിനെയെല്ലാം ബ്രേക്ക് ചെയ്ത ഒരാളാണ്. യേശു ഒരു ഭയങ്കര റവല്യൂഷണറി ആയിരുന്നു. ആ ഒരു സിസ്റ്റത്തിൻ്റെ വേണ്ടാത്തതിനെയെല്ലാം ബ്രേക്ക് ചെയ്ത ഒരു കർത്താവ്. അതിൻ്റെ ഒരു ആത്മാവിനെ എടുത്ത്, മനുഷ്യൻ്റെ മഹത്വം സ്ത്രീയും പുരുഷനും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അതിൻ്റെ മഹത്വത്തെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്. എങ്കിലും ആ ഒരു മെയിൻ ഷോവനിസ്റ്റ് കമ്മ്യൂണിറ്റി നമുക്ക് അല്ലെങ്കിൽ തന്നെ ഓർഡർ എടുക്കുമ്പോൾ അറിയാം: സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. അതാണ് അതിൻ്റെ ഓർഡർ. സ്ത്രീയുടെ തല ആരായിരിക്കണം? പുരുഷനായിരിക്കണം. പുരുഷൻ്റെ തല ക്രിസ്തു ആയിരിക്കണം. അത് സത്യത്തിൽ അതായിരിക്കണം അതിൻ്റെ ഒരു ഓർഡർ കേട്ടോ. അതൊരു ഭരിക്കാൻ വേണ്ടി ഒരു ഓർഡർ അല്ലെങ്കിൽ പോലും ഒരു ഹൈറാർക്കിക്കൽ ഒരു റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കർത്താവ് വെച്ചേക്കുന്നതാണ്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല പുരുഷനാണ് തല. പക്ഷെ കഴുത്തുണ്ടെങ്കിലേ തല തിരിയത്തുള്ളല്ലോ. അപ്പം അല്ല പിന്നെന്തോ ചെയ്യും അല്ലേ? പണ്ടൊരു വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്: കൈയും തലയും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിടാൻ പാടില്ല. അപ്പോൾ ഒരുത്തൻ ധർമ്മക്കാരനോട് ധർമ്മം ചോദിച്ചു. അപ്പം ധർമ്മം ചോദിച്ചപ്പം ധർമ്മക്കാരൻ അകത്തിരുന്ന ആൾ പറഞ്ഞു: തരണമെന്നുണ്ട്, പക്ഷെ നിയമമുണ്ട്, കൈയും തലയും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിടാൻ പാടില്ല. അപ്പം തലയില്ലെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? ഇല്ല. തലയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം.
തല പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും എന്തോ വെക്കുന്നത്, ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നത്. കാരണം തലയ്ക്ക് അടിയേറ്റാൽ പോവും. ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായതാണ്. ഒരു ഉപദേശി ഹെൽമെറ്റ് ഇങ്ങനെ വെക്കാതെ, നാട്ടിലൊരു സംഭവമാണ്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ എല്ലാവരും നിയമം പാലിക്കും. ഈ നിയമം പാലിക്കുന്ന ഇവരെല്ലാം നാട്ടിൽ വന്നാൽ ഇതൊന്നും പാലിക്കത്തുമില്ല. എനിക്കത് മനസ്സിലാകാത്ത കാര്യമാണ്. ഇവിടെ സീറ്റ് ബെൽറ്റൊക്കെ ഇടുന്ന് പറയുന്നവർ അവിടെ വന്നാൽ ചുമ്മാ നടക്കുന്ന കാണാം. എല്ലാം ഉൾട്ടാക്കും എവിടെ വന്നാൽ നാട്ടിൽ. അപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ അച്ചാനിങ്ങനെ പാസ്റ്റർ അച്ചാനിങ്ങനെ രാവിലെ തൂക്കിയിട്ടുണ്ട് പോയപ്പം പോലീസ് പിടിച്ചു. അപ്പോൾ പുള്ളി ഇറങ്ങി ചെന്ന് പറഞ്ഞു, സാറേ ഞാൻ ഒരു പാസ്റ്ററാണ്, അത്യാവശ്യമായിട്ട് രാവിലെ ഒരു പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, പെട്ടെന്ന് ചെല്ലണം. അന്നപ്പോൾ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ പോലുള്ളവർ ജീവിച്ചിരിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. നിങ്ങളുടെ പ്രസംഗം എല്ലാവരും കേട്ട് മാനസാന്തരപ്പെടണം. പക്ഷേ തലയുണ്ടല്ലേ എന്ത് ചെയ്യാനൊക്കത്തും, പ്രസംഗിക്കാനൊക്കത്തും. അതുകൊണ്ട് പാസ്റ്റർക്ക് തല വേണം. പാസ്റ്റർ ജീവനോട്ടിരിക്കേണ്ട ആവശ്യമായതുകൊണ്ട് എല്ലാവർക്കും 100, പക്ഷേ പാസ്റ്റർക്ക് 500 കൊടുക്കുക. കാരണം പാസ്റ്റർക്ക് എന്താ വേണം? തല വേണം. ശരീരം ഉണ്ടെങ്കിൽ സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോൾ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഇവിടെ വരേണ്ടത് നെക്സ്റ്റ് ഇടയാൻ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ആരുടെയാണ്? ഒരു പുരുഷൻ്റെ സംഭവം. പക്ഷെ ഒരു അപ്പൻ്റെ ഇമേജ് കാണുന്നത് 3ാമതാണ്. ഇമ്മീഡിയറ്റായിട്ട് കർത്താവ് ഇടയനെ വെച്ചിട്ട് പിന്നെ വെച്ചേക്കുന്ന ആരുടെ ഫിഗറാണ്? ഒരു സ്ത്രീയുടെ ഫിഗറാണ്. ഒരു സ്ത്രീക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. 10-1 പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഈ സ്ത്രീയുടെ കാര്യം 2ാമത് വന്നത്? കാരണം ഇവിടെ പ്രധാനപ്പെട്ട ഒരു റോള് സ്ത്രീക്കുള്ളത് കൊണ്ടാണ്. സ്ത്രീ ഒരമ്മയെ പ്രതിദാനം ചെയ്യുക. അമ്മ എന്ന് പറയുന്നത് ഒരു ഹൃദയമാണ്. നമ്മൾ ഈ അമ്മ എന്ന് പറയുമ്പോൾ ലോകത്തെല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരെയാണ്? അമ്മയാണ്. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, മോശപ്പെട്ടതായിട്ട് വല്ലതും തോന്നിപ്പോയെങ്കിൽ. തോന്നാൻ വഴിയില്ല, തോന്നിയെങ്കിൽ. എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം. ഒരു പ്രധാനപ്പെട്ട ഒരു 90% മലയാളി കുളിക്കാൻ കയറുമ്പോൾ അവർക്ക് ഭയങ്കര പാട്ട് പാടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ സോപ്പിടും. സോപ്പ് ആദ്യം ഇടുന്നത് പുക്കിളെ കുറേ നേരം സോപ്പിടും. സാധാരണ മലയാളികളല്ല. ഞാനിടും. എന്തിനായിരിക്കുന്നറിയാം പുക്കിളെ സോപ്പിടുന്നത്? പുക്കിളെ സോപ്പിട്ടുമ്പോൾ തൊടാൻ പുക്കിൾ വെച്ചേക്കുന്ന ആരെ ഓർക്കാൻ വേണ്ടിയാണ്? പുക്കിൾ ഒറ്റ ആളെ ഓർക്കാൻ വേണ്ടി വെച്ചേക്കുക. ആരെയാണ്? അമ്മയാണ്. അല്ല പിന്നെ എന്തിനാ പുക്കിൾ എന്ന് പറഞ്ഞാൽ നിന്നെ ഓർപ്പിക്കുകയാണ്, നീ 9 മാസം ആരുടെ വയറ്റിലായിരുന്നു? അമ്മയുടെ വയറ്റിലായിരുന്നു. നീ കഴിച്ചതെല്ലാം ആര് കഴിച്ചതാ? അമ്മ കഴിച്ചതാ. നീ ശ്വസിച്ചത് അമ്മ ശ്വസിച്ചപ്പോഴാണ്. നീ കുടിച്ചത് അമ്മ കുടിച്ചത്. അതുകൊണ്ട് കുഞ്ഞെ നീ എന്നും ആരെ ഓർത്തോണം? അമ്മയെ ഓർക്കണം. അമ്മയെ ഓർക്കാൻ വേണ്ടി ഒരു പാട് വെച്ചേക്കുകയാണ്. അതാണ് ശരിക്കും പുക്കിൾ. അതല്ലേ പുക്കിൾ? എന്നും ആരെ ഓർത്തോണം? അമ്മയെ ഓർത്തോണം. അപ്പോൾ എന്തിനായിരിക്കും ഈ അമ്മയുടെ ഫിഗർ 2ാമത് വന്ന് വെച്ചേക്കുന്നത്? അത് വലിയൊരു കാര്യം കൊണ്ടാണ്. അമ്മയ്ക്കൊരു പ്രത്യേകം ഹൃദയമുള്ളതാണ്. ജന്മം കൊടുത്തത് കൊണ്ട് എല്ലാവരും അമ്മയാകത്തില്ല. ജന്മം കൊടുത്തത് കൊണ്ട് അമ്മയാകത്തില്ല. ജന്മം കൊടുക്കാതെയും ആരാകാം? അമ്മയാകാം. അമ്മയുടെ ഹൃദയം ഉണ്ടായാൽ മതി. ഇവിടെ എന്തുകൊണ്ടായിരിക്കണം ഒരു അമ്മയുടെ ഫിഗർ 2ാമത് വരാൻ കാര്യം ഇതാണ്. അമ്മയ്ക്കൊരു ഭയങ്കര മനസ്സുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. പരമാർത്ഥമല്ലേ? ഈ മറിയത്തോട് ശീമോൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞ്, ഈ വാഴ്ത്ത് ഭാഗ്യവതിയാണ്, എല്ലാ തലമുറ നിന്നെ ഭാഗ്യവതി വാഴ്ത്തു എന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ ചങ്കിനകത്തൂടെ എന്ത് കിടക്കും? വാള് കിടക്കും. അപ്പോൾ ഒരമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത, എല്ലാ അമ്മയുടെയും ചങ്കിനകത്ത് എന്തുണ്ട്? വാളുണ്ട്. വാള് ഉള്ളതാണ് അമ്മ. വാളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ ഇത് മുറിഞ്ഞാൽ എന്ത് ചെയ്യും? കരയും. ലോകത്ത് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ആരാ? അമ്മയാണ്. കൂടുതലും അമ്മ ആരെ ഓർത്താ കരഞ്ഞിട്ടുള്ളത്? മക്കളെ ഓർത്താ കരഞ്ഞിട്ടുള്ളത്. അമ്മ കൂടുതലും കരയുന്നത് ആരെ ഓർത്താ? മക്കളെ ഓർത്താ. അതൊരു പരമാർത്ഥമാണ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആരാ? അമ്മയാണ്. 4 മണിക്ക് പിള്ള മക്കൾ വരണം, 4:30 ആയി വന്നില്ല, അപ്പോഴും അച്ചായന് ടെൻഷനൊന്നും കാണത്തില്ല. ആർക്കായിരിക്കും ടെൻഷൻ? അമ്മയ്ക്കായിരിക്കും ടെൻഷൻ. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതല്ല അമ്മയാണ്. അമ്മയ്ക്ക് എന്തിനായി ടെൻഷൻ അടിക്കുന്നത്? കർത്താവ് അമ്മയ്ക്കൊരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ചങ്കിനകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വാള് വെച്ചിട്ടുണ്ട്. ആ വാളുള്ളത് കൊണ്ട് കരയുന്നത് കൊണ്ടാണ് പല മക്കളും ഇന്നും ഇവിടെ കണ്ടു നിൽക്കുന്നത്. ഒറ്റ കാര്യം, ചങ്കിനകത്ത് വാളുള്ള അമ്മയുടെ കണ്ണീര് കൊണ്ടാണ്. അപ്പോൾ അമ്മയാകാനുണ്ടത് ഒറ്റ കാര്യമാണ്, മക്കൾക്ക് വേണ്ടി കരയുന്നവരായിരിക്കണം അമ്മമ്മ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രൂശെടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ച കണ്ടില്ലേ? ക്രൂശെടുത്തുകൊണ്ട് പോകുമ്പം ശീമോൻ കുരിശെടുക്കുന്നുണ്ട്. കുറേ സ്ത്രീകൾ പുറകെ കരഞ്ഞുകൊണ്ട് വരികയാണ്. ബാക്കി ആരെയും പുരുഷന്മാരൊന്നും കണ്ടില്ല. സ്ത്രീകൾ ഒറ്റ പുരുഷനെ ഉള്ളായിരുന്നു കുരിശിൻ്റെ ചവിട്ടി, പേര് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ആരാ? യോഹന്നാൻ. ബാക്കിയെല്ലാം സ്ത്രീകളായിരുന്നു.
അപ്പോൾ കർത്താവായ യേശു തിരിഞ്ഞു മറിഞ്ഞ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി എന്ത് ചെയ്യേണ്ട, കരയണ്ട, നിങ്ങളുടെ മക്കളെയും ചൊല്ലി എന്ത് ചെയ്യണം, കരയണം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്ക്, പേടിപ്പിക്കേണ്ട ഒരു വാക്കാ, മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. മലകളെ അന്ന് പറയും, പ്രസവിക്കാത്തവൾ, ജന്മം കൊടുക്കാൻ കഴിയാത്തവൾ, പാലൂട്ടാൻ കഴിയാത്തവൾ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. സത്യത്തിൽ ഒരു കാലത്തും പ്രസവിക്കാത്തവരെ എന്തെന്ന് വിളിച്ചിട്ടില്ല, ഭാഗ്യം എന്ന് വിളിക്കത്തില്ല. പ്രസവിക്കാൻ കഴിയാത്തത് നിർഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പഴയ നിയമത്തിലൊക്കെ കാണുന്നത്. നിർഭാഗ്യത്തിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ് പ്രസവം കൊടുക്കാൻ കഴിയാത്തത്. ഹന്നായെക്കുറിച്ച് നമ്മൾ കാണുന്നു, സാറയെക്കുറിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ റാഹേല്, ഇങ്ങനെ പലരുടെ അവരെല്ലാം ദൈവം പിന്നെ അവരെ കടാക്ഷിക്കുന്നുണ്ട്, ഒരു ദൈവം അവരെ ഓർക്കുന്നുണ്ട്, ഒരു നിർഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഇനിയൊരു കാലം വരുന്നു. എന്ത് കാലം? പ്രസവിക്കാത്ത സ്ത്രീ ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. സത്യമാണോ ചോദിച്ചാൽ 100% സത്യമാണ്. കാലം വരുന്നു എന്നല്ല, പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു, വന്നിരിക്കുന്നു. അന്ന് നിങ്ങൾ പറയും, എന്ത് പറയും? മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴാൻ പറയും. ഞാൻ എൻ്റെ കണ്ണിനെ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ പ്രിയരെ, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം. മലകളെ ഞങ്ങളുടെ മേൽ വന്ന് എന്ത് ചെയ്യണം? വീഴണം. ഒരു അമ്പറ്റി പെങ്കൊച്ച് രാത്രിയിൽ ഇറങ്ങിപ്പോയി, എവിടെയോ പോയി തപ്പി. അവസാനം ഒരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ കിട്ടിയത് ഇതാണ്, ഞാൻ എങ്ങും ചത്തിട്ടില്ല, മരിച്ചിട്ടില്ല, ഞാൻ ഇന്നാരുടെ കൂടെ ഇന്നിടത്തുണ്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, വീട്ടിലൊന്ന് പറഞ്ഞേക്കണം. അതിൻ്റെ സന്ദേശം എന്നോടാണ് പറഞ്ഞേക്കാൻ. പാതിരാത്രിക്ക് ഞാൻ ചെന്ന് ഈ കാര്യം പറയുമ്പോൾ ഞാൻ കണ്ണിന് കണ്ടൊരു കാഴ്ചയുണ്ട്. അമ്പൂറ്റി ഒരമ്മ തലയിട്ട് ഭിത്തിക്കിട്ട് ഇടിക്കുക. എന്നിട്ട് ഈ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഇടിഞ്ഞു വീഴട്ടെ, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യട്ടെ, ഇടിഞ്ഞു വീഴട്ടെ. അങ്ങനെ ഒന്നല്ല, പല അനുഭവങ്ങളും എൻ്റെ മനസ്സിരിപ്പുണ്ട്. ഇടിഞ്ഞു വീഴട്ടെ. പെട്ടെന്നിട്ട് മനസ്സിലൊരു കാളലുണ്ടായി. കർത്താവെ, വർഷങ്ങൾക്ക് മുമ്പ് നീ പറഞ്ഞു, അന്ന് പറയും, മലകളെ ഞങ്ങളുടെ മേൽ വന്ന് എന്ത് ചെയ്യട്ടെ, വീഴട്ടെ. അപ്പോൾ അത്രമാത്രം അലേർട്ടാകേണ്ട ഒരു കാലം. ശ്രദ്ധിച്ചേ പ്രിയരെ, 10-1 പോവുകയാണ്. ഇവിടെയാണ് ഒരു സ്ത്രീയുടെ കാര്യം. ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നു, ഒരു സ്ത്രീക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. ഉറക്കെ പറഞ്ഞേ, എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. ഈ 10-1 കാണാതെ പോയപ്പോൾ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ചു, വീട് അടിച്ചു വാരി, അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാൻ. നമ്മൾ ആ ഓർഡർ നോക്കിക്കേ. ആദ്യം ഒരു മനുഷ്യനെ കാണാതെ പോയി, ഒരാടിനെ. ആടും ഇടയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിൻ്റെ ഫിഗറായിരിക്കും? ആട് ഇടയൻ. പുതിയ നിയമത്തിൽ നമുക്ക് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? പുതിയ നിയമത്തിൽ അതിനെ എന്തെന്ന് വ്യാഖ്യാനിക്കാം? സിമ്പിൾ, സഭയല്ലേ? സഭ ആണ് ഇടയനും ആടുകൾ. അപ്പോൾ ആദ്യം ഒരാൾ കാണാതെ പോയത് എവിടുന്നാ? സഭയെന്നാണ്. സഭയെന്ന് പോയാൽ ഉറപ്പാണ്, കുറേ കഴിയുമ്പോൾ എവിടെ കാണത്തില്ല? വീട്ടിൽ കാണത്തില്ല. രമ്മ പോയി. രണ്ടാമത് പോയത് എവിടുന്നാ? വീട്ടിൽ നിന്നാണ്. ഇനി മൂന്നാമത്തെ ദ്രഹ്മ കഥയെ കാണുന്നുണ്ട്. എവിടുന്ന് പോയി? നാട്ടിൽ നിന്ന് പോയി. പടിയിറക്കം തുടങ്ങിയത് എവിടുന്നാ? സഭയെന്നാണ്. സഭയെന്ന് ഇറങ്ങിയോ ഉറപ്പാണ്, കുറേ കഴിയുമ്പോൾ എവിടെ കാണത്തില്ല? വീട്ടിൽ കാണത്തില്ല. വീട്ടിൽ കണ്ടില്ലേ, കുറേ നാൾ കഴിയുമ്പോൾ എവിടുന്ന് കാണത്തില്ല? നാട്ടിൽ കാണത്തില്ല. അപ്പം പടിയിറക്കം തുടങ്ങുന്നത് ആദ്യം എവിടുന്നാ? സഭയെന്നാണ്. അതിപ്പോൾ നിങ്ങൾ പറയും, ഞാൻ UK വന്ന് പ്രസംഗിക്കും. UK നല്ല പ്രിയരെ, ഇതിൻ്റെ ബാക്കിയാണ് നാട്. എനിക്കിഷ്ടം, ഇവിടുത്തെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. എന്നാ കാര്യം? ഞാനിരിക്കാനിടെ ഒരു കൊച്ചിനോട് പ്രസംഗം എല്ലാം കഴിച്ച് വെച്ചു, മോനെ, I just want to know, how was my message? Uncle, sorry to say, it was too boring. എനിക്ക് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നി. മറ്റേതൊന്നും മനസ്സിലായില്ലെങ്കിലും പറയും, ഓ ഗ്ലോറി എന്താ എന്ന് പറയും. അങ്കിൾ, സോറി ടു സേ, ഇറ്റ് വാസ് ടു ബോറിങ് അങ്കിൾ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് പ്ലീസ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ സത്യസന്ധനാണ്, നല്ല പിള്ളേരാ. അപ്പം നിങ്ങൾ ഇവിടുത്തെ മക്കളെക്കുറിച്ചൊന്നും അല്ല, ലോകമെമ്പാടുള്ള യൂണിവേഴ്സൽ ആപ്ലിക്കബിളാണ് ഇതെല്ലാം. ഇവർ കുറച്ചുകൂടെ സത്യസന്ധരാ. ഒന്നുമില്ലെങ്കിൽ ദേ ആർ ഡെയർ ഇനഫ് ടു സേ വാട്ട് ദേ ആർ. ഞങ്ങളിതാന്ന് അവരെ പറയത്തില്ലേ? പറയും. മറ്റേതൊരു ഫേക്ക് വെച്ച് കളിക്കാൻ ഭയങ്കര മിടുക്കരാണ്. അപ്പം നോക്കൂ, ചർച്ചയിൽ നിന്ന് കണ്ടില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എവിടെ നിന്ന് പോകും? വീട്ടിൽ നിന്ന് പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ എവിടെ നിന്ന് നഷ്ടപ്പെടും?
നാട്ടിൽ നിന്നേ നഷ്ടപ്പെടും. നമ്മൾ പണ്ട് പള്ളി ഉണ്ടാക്കി. അതാണ് ശരിക്കും ഒരു മലയാളി കൺസെപ്റ്റ് പറയല്ലേ, പള്ളി ഉണ്ടാക്കി. പള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വേദോസം വായിക്കാൻ വേണ്ടി അക്ഷരാഭ്യാസം ആവശ്യമായതുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും എന്തുണ്ടാക്കിയത്, പള്ളിക്കൂടം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് എന്തെന്ന് പേര് വന്നത്, പള്ളിക്കൂടം. പള്ളിയോട് ചേർന്ന് എന്തുണ്ടായിരുന്നു, പള്ളിക്കൂടം. അപ്പോൾ പിന്നെ എഡ്യൂക്കേഷൻ്റെ ആവശ്യം വന്നപ്പോൾ അന്ന് പിന്നെ LMS മിഷണറിമാർ തിരുവിതാംകൂർ തെക്കോട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. CMS മിഷണറിമാർ സെൻട്രൽ കേരളയിൽ സ്ഥാപിച്ചു. ബാസിൽ മിഷണറിമാർ നോർത്ത് മലബാറിലോട്ട് പോയി സ്കൂളുകൾ സ്ഥാപിച്ചു. ചാവറയച്ചൻ്റെ ഒക്കെ നേരത്തെ പിടിയിരിപ്പണം പിടിച്ചാണ് എന്ത് പണിതത്, സ്കൂളുകൾ പണിതത്. ഒറ്റ കാര്യം, നമുക്ക് പള്ളി മാത്രം പോരാ, എന്തുകൂടെ വേണം, പള്ളിക്കൂടം വേണം. അപ്പോൾ പള്ളി പോകുന്ന പിള്ളേരെ എല്ലാം അടിച്ചാണ് എവിടെ കയറ്റിയത്, പള്ളിക്കൂടത്ത് കയറ്റി. ഇന്ന് നമ്മുടെ പ്രശ്നം പള്ളിക്കൂടം ഉണ്ട്, പക്ഷേ എന്തോ ഇല്ല, പള്ളിയില്ലെന്നുള്ളത് വലിയൊരു പ്രശ്നം. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പള്ളിക്കൂടം മാത്രം പോരാ, എന്തോടെ വേണം, പള്ളിയൂടെ വേണം. ഒന്ന് സ്വതന്ത്രം ചെയ്ത്, അതല്ലേ സത്യം. നമ്മളൊരിക്കൽ പള്ളി പോരാഞ്ഞിട്ട് എന്ത് വേണത്, പള്ളിക്കൂടം പടും. ഇന്ന് നമ്മൾ പള്ളിക്കൂടം പോരാഞ്ഞിട്ട് എന്തുകൂടെ വേണം, പള്ളിയൂടെ വേണമെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിൽ വരികയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചർച്ച് കണ്ടില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പം വീട്ടിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുറപ്പാക്കുക, എല്ലാവരും എന്നോടൊപ്പം നമ്മളോടൊപ്പം ചർച്ചിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കരമുയർത്തി പ്രാർത്ഥിച്ചേ, കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാ പേരൻസും പ്രാർത്ഥിക്കണേ. ചർച്ചിലുണ്ടോ ഉറപ്പാണ്, വീട്ടിലുണ്ടായിക്കോളും. ചർച്ചിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിന് നമ്മൾ ഭയങ്കര റീസൺ പറയും, ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ദേ കൺ അണ്ടർസ്റ്റാൻഡ് ദിസ് മലയാളം, ദിസ് ബെഡ ബിഗ് ലാംഗ്വേജ്, ദിസ് സ്റ്റഫ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയും. പക്ഷേ എന്തും അണ്ടർസ്റ്റാൻഡിലും വലിച്ചുകൊണ്ട് അവിടെ കൊണ്ടിരുന്നത് കുറേയൊക്കെ പിടിച്ചോളും. അത്യാവശ്യം അറിയത്തില്ലേ മക്കളെ മലയാളം. ഈ മലയാളം അറിയത്തില്ലെന്ന് പറയുന്നതോടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഞാൻ അമേരിക്ക ഒരിക്കൽ താമസിക്കുമ്പോൾ ഒരു ആ കൊച്ചനോട് അങ്ങ് ഇംഗ്ലീഷ് പറയാം മക്കളെ, അങ്ങ് ഇംഗ്ലീഷ് പറയാം. അന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സെൻറ്റ് എനിക്ക് അത്യാവശ്യമൊക്കെ പിന്നെ പിടിച്ചിരിക്കാം, എനിക്കതുകൊണ്ട് മനസ്സിലാകുന്നില്ല, അതുപോലെ അതങ്ങ് സ്പീഡിൽ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീൻ മലയാളം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് യുവർ ആക്സെൻറ്റ്. എന്നാൽ അവൾ എന്നോട് പറഞ്ഞു, അങ്കിൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മലയാളം, ഐ ഹേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു പിച്ചാത്തി ഇറക്കുന്നിടത്ത് തോന്നും, ഐ ഹേറ്റ്. അപ്പോൾ ഇവരുടെ ഈ കൊച്ചു പിള്ളേരാണ്, ഇവരുടെ പേരൻസ് അവിടെ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിന് കണ്ട കാഴ്ച, അപ്പോൾ അവിടെ ഇളയ ആങ്ങളെ വന്ന് അവിടെ ഒറ്റ അടി വെച്ച് കൊടുത്ത് പുറത്തിട്ട് പച്ചത്തെറി അവൾ മലയാളത്തിൽ വിളിച്ചു ഈ കൊച്ചിനെ. അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്തോ അറിയാം, ഐ ഹേറ്റ് എന്ന് പറഞ്ഞവർക്ക് എന്തോ അറിയാം, മലയാളം അറിയാം. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു താല്പര്യം, എന്താന്ന് പറഞ്ഞാലും ഉറപ്പാക്കണേ, എല്ലാവരും എവിടെ ഉണ്ടായിരിക്കണം, ചർച്ചിലുണ്ടായിരിക്കണം. ചർച്ചിലുണ്ടെങ്കിൽ എവിടെ കാണണം, വീട്ടിൽ കാണും. അപ്പോൾ ആദ്യത്തെ പടിയിറക്കം തുടങ്ങി. എവിടുന്ന് തുടങ്ങി? അപ്പം നമുക്കിന്ന് ആവശ്യം പള്ളിക്കൂടമാണോ, ശരിക്കും എന്താണോ, പള്ളിയാണോ? പള്ളിക്കൂടം അല്ല, പിന്നെന്താ, പള്ളിയാണ്. പള്ളിക്കൂടം ഉണ്ട്, പള്ളിക്കൂടം വേണ്ടെന്നല്ല പറഞ്ഞത്, വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, പള്ളിക്കൂടം പോലെ തന്നെ പ്രാധാന്യമാണ് എന്ത്, സഭ. അവിടുന്ന് പടിയിറക്കം തുടങ്ങുന്നു. അത് കഴിഞ്ഞപ്പം വീട്ടിൽ കാണാതായത് ആദ്യം അറിഞ്ഞത് ആരാണ്? അമ്മയാണ്. അറിയണം അമ്മ എന്ന് പറയുന്ന ഒരു ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിനകത്ത് ആദ്യം അറിയണം, ദ്രഹ്മ കളഞ്ഞു പോകുന്നതിന് മുമ്പ് അറിയേണ്ടത് അമ്മയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അമ്മയാണോ? അറിയണം. എന്തറിയണം? കളയാൻ 10 ഉള്ളൂ, കളയാനൊന്നും തന്നിട്ടില്ല തമ്പുരാൻ നമുക്ക് കളയാനൊന്നും തന്നിട്ടില്ല. 10 1 പോയിട്ട് ഇനി 9 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ഏതെങ്കിലും അമ്മയ്ക്ക് കഴിയോ? ഇല്ല. അമ്മയുടെ ഹൃദയം അതാ. 5 മക്കൾ, 5-ൽ 1 പോയാലും അമ്മ എന്നും മരിക്കുന്നിടം വരെ ആ കുഞ്ഞിനെ ഓർത്ത് കരയും. കൊച്ചിലെ മരിച്ചതായിരിക്കാം, ഗർഭത്തിൽ കിടന്ന് മരിച്ചതാണെങ്കിലും, എങ്കിലും അത് കേൾക്കുമ്പം ഓർക്കുമ്പം അമ്മയ്ക്ക് നൊമ്പരാ. എന്താ കാര്യം? നഷ്ടപ്പെടുത്താൻ അമ്മയ്ക്കൊന്നുമില്ല. അതാണ് അമ്മ. എങ്കിൽ ഇന്ന് രാത്രി അറിയട്ടെ, പോയെന്ന് ആരറിയണം? അമ്മ അറിയണം. പോകുന്നതിന് മുമ്പ് അറിയണം. ആരറിയണം? അമ്മ അറിയണം.